2023 പട്ടയ നിയമ ഭേദഗതി കേരളത്തെ ആകെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു അപ്സര. എല്ലാ നിയമങ്ങളും പാലിച്ച് പട്ടയഭൂമിയിൽ കഴിഞ്ഞ 60 വർഷമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളാണ് വൻ പിഴയൊടുക്കി ക്രമവൽക്കേണ്ടി വരുന്നത് എന്ന് പലർക്കും അറിയില്ലെന്നും രാജു അപ്സര പറഞ്ഞു. കേരളത്തിൽ 1960-ലുണ്ടായ ഭൂപതിവ് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള നിരവധി ചട്ടങ്ങൾ അനുസരിച്ച് പതിച്ചുകൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഉടമകളെയും കൈവശക്കാരായിട്ടുള്ളവരെയും ഉൾപ്പെടെ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെയും വസ്തു ഉടമകളെയും ഗുരുതരമായി ബാധിക്കുമെന്നും കേരളത്തിലെ വാണിജ്യ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന പല പട്ടണങ്ങളും ഇത്തരം വിവിധ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിച്ചുകൊടുത്ത ഭൂമിയിലാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യങ്ങൾ അതിന്റെ ഉടമകൾക്ക് പോലും അറിയില്ല. ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം വളരെ സങ്കീർണമായ പ്രശ്നമായി മാറുമെന്നും രാജു അപ്സര പറഞ്ഞു. അതിലേക്ക് ഇടുക്കിയിലേക്ക് ഇവിടുന്ന് സന്നദ്ധരായ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടെത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത്തിന് ഭൂമിയും കൈക്കാശും അതോടൊപ്പം തന്നെ പണിയായുധങ്ങളും കൊടുത്തു ഇടുക്കിയിലേക്ക് അയച്ചു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രഖ്യാപിച്ചതെന്ന് അന്നത്തെ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MJ ഷാജഹാൻ, സംസ്ഥാന സെക്രട്ടറി Y വിജയൻ, ഇടുക്കി ജില്ലാ ഭാരവാഹികളായ നജീബ് ഇല്ലത്തുപറമ്പിൽ, KR വിനോദ, R രമേശ്, PM ബേബി, BS ബിജു, തങ്കച്ചൻ കോട്ടയ്ക്കകം, ഷിബു M തോമസ്, MK തോമസ്, CK ബാബുലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.